ഹായ് ഓൾ, മൈസെൽഫ് ഡോക്ടർ രവീണ സുധാകരൻ. ഞാൻ SSC മെഡിക്കൽ കോളേജ് കൊല്ലത്താണ് പഠിച്ചത്. അവിടുത്തെ 2015 MBBS ബാച്ചാണ്. UG സമയത്ത് ഞാൻ എവിടെയും ഒരു ടോപ്പർ ആയിരുന്നില്ല. ഞാൻ എക്സാം ആവാൻ നേരം പഠിക്കണമല്ലോ, നമ്മൾ പാസ്സാവണമെങ്കിൽ നമ്മൾ പഠിക്കണമല്ലോ, അങ്ങനെ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ആ സമയത്ത് ഒരു PG പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. 2021 ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞു. 2022 വരെ ഞാൻ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ 2022 ആയപ്പോഴാണ് എനിക്കൊന്ന് PG ഒന്ന് ട്രൈ ചെയ്താലോ എന്നൊരു തോന്നൽ വന്നത്. അങ്ങനെ ഞാൻ 2022 നീറ്റ് എക്സാം എഴുതി. 1,00,000 മുകളിലായിരുന്നു എൻ്റെ റാങ്ക്, സ്വാഭാവികം. പിന്നെ 2023 ഞാൻ കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്തു, കുറച്ച് മാസം പ്രിപ്പയർ ചെയ്തു. പക്ഷെ അതിൻ്റെ ഒരു എന്താ പറയുക, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എൻ്റെ ഫുൾ എഫേർട്ട് ഇട്ടിട്ടുള്ള ഒരു പ്രിപ്പറേഷനേ ആയിരുന്നില്ല. ഞാൻ കുറച്ചൊക്കെ ടൈമൊക്കെ വേസ്റ്റ് ചെയ്ത് ഉഴപ്പി ചെയ്തൊരു പ്രിപ്പറേഷനായിരുന്നു. അതിലെനിക്ക് 33,000 റാങ്ക് കിട്ടിയത്. പിന്നെ ഞാൻ വിചാരിച്ചു 2024 നീറ്റിന് വേണ്ടി എൻ്റെ മിസ്റ്റേക്സൊക്കെ തിരുത്തി ഉഴപ്പാതെ ഒരു പ്രിപ്പറേഷൻ, ഒരു ട്രൈ കൊടുത്തു നോക്കാം. വൺ ലാസ്റ്റ് ട്രൈ. ആ ട്രൈ ആണ് നീറ്റ് PG 2024 എനിക്ക് 8,860 റാങ്ക് വരെ എത്തി നിൽക്കുന്നത്. സോ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇത്. അപ്പോൾ ഞാനിതിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ നീറ്റ് PG ജേണി സ്റ്റാർട്ട് ചെയ്തപ്പം ഞാൻ വിശ്വസിച്ചിരുന്നത് ഞാൻ സീറോയിൽ നിന്ന് തുടങ്ങുകയാണ്, ഒരു ബേസ് ഇല്ലാതെ തുടങ്ങുന്ന ഒരു ജേണിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം ആ സീറോയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള ബ്രാഞ്ചിൽ കയറാനുള്ള ഒരു റാങ്ക് എനിക്ക് ഇത്തവണ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറ്റുമെങ്കിൽ എല്ലാവർക്കും പറ്റും എന്നൊരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നീറ്റ് PG 2025 പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ള ഒരാളാണ്, പക്ഷേ ഇതുവരെയും തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ട് നൗ. നമുക്ക് ഒരു 5 months എങ്കിലും അറൗണ്ട് കിട്ടും. എക്സാം മാർച്ചിലാണെങ്കിൽ, ഇപ്പോൾ എക്സാം മാർച്ചിലല്ല, ഒരു കുറച്ച് നാളത്തെ ഡിലേ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ബോണസ് ടൈമായിട്ട് അത് എടുക്കാമല്ലോ. ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണെങ്കിൽ മിക്ക ആൾക്കാരും ഒരു കൺഫ്യൂസ്ഡ് ഇനീഷ്യൽ ഫേസിലൂടെ ആയിരിക്കും കടന്നു പോവുക. പക്ഷേ ഡോണ്ട് വറി, ആ കൺഫ്യൂഷൻ എല്ലാവർക്കും ഉള്ളതാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തോളാം, എല്ലാം ശരിയാകും. ഇവൻച്വലി എവറിത്തിങ് വിൽ ഫോൾ ഇൻ ടു പ്ലേസ്. ഇനിയിപ്പോൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ ഏത് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാകും. നമുക്കിപ്പം ഒന്നെങ്കിൽ യൂട്യൂബിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ട്രയൽ വേർഷൻസ് പല ആപ്പിൻ്റെയും കിട്ടുമല്ലോ. നമുക്ക് സ്യൂട്ടബിൾ ഏതാണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തന്നെ ഒന്ന് നോക്കുക. എന്നിട്ട് അതിൽ നിന്ന് ചൂസ് ചെയ്യുക. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാക്കൽറ്റിയും ക്ലാസ്സസൊക്കെ മനസ്സിലാവുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ചൂസ് ചെയ്യുക. എൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് മാരോ ആയിരുന്നു. ഞാൻ 2023 എക്സാമിന് വേണ്ടി കുറച്ച് പ്രിപ്പയർ ചെയ്തതും മാരോ വെച്ചിട്ടായിരുന്നു. എനിക്ക് ഒരു സീറോ ബേസിൽ നിന്ന് തുടങ്ങുകയാണെന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് മെയിൻ വീഡിയോസും കാണേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് ടൈം എടുത്തിരുന്നു. മാരോ ഉറപ്പായിട്ടും ബാക്കിയുള്ള പ്ലാറ്റ്ഫോമിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നതാണ്. ഞാൻ എൻ്റെ മേജർ സബ്ജക്ട്സൊക്കെ കുറച്ച് മെയിൻ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ മോസ്റ്റ്ലി പ്രിപ്പറേഷൻ മാരോ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ മൈക്രോ ബാട്ടിയെന്നാണ് കണ്ടത്. എനിക്ക് ബാട്ടി എടുത്തപ്പോൾ ഒരു ഗുണം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് റിവൈസ് ചെയ്യുന്ന ടൈമിൽ ഞാൻ മാരോ റിവിഷൻ നോട്ട്സ് വായിക്കാൻ എടുക്കുന്ന അതേ ടൈം തന്നെയാണ് എൻ്റെ ബാട്ടിയുടെ മെയിൻ നോട്ട് ഞാൻ വായിക്കാൻ എടുത്തത്. അപ്പം ബാട്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് മെയിൻ നോട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യാൻ പറ്റും. എനിക്ക് മാരോ എടുത്തപ്പോൾ ഞാൻ റിവിഷൻ നോട്ടിലോട്ടൊന്ന് സ്വിച്ച് ചെയ്യേണ്ടി വന്നിരുന്നു. അതുപോലെ ഏത് പ്ലാറ്റ്ഫോം എന്ന് വേണമെങ്കിലും നമുക്ക് സബ്ജക്ട്സ്, ഇപ്പോൾ ഒരു സബ്ജക്റ്റ് മാരോ എന്നാണെങ്കിൽ വേറെ സബ്ജക്റ്റ് ഇങ്ങനെ ബാട്ടിയ പ്രിപ്പയർ അങ്ങനെ ചൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഒരു സബ്ജക്റ്റിന് മാക്സിമം നമ്മൾ ഒരു മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ഞാൻ ഫാർമക്കിന് ആക്ച്വലി മാരോയും ഡാംസും കൂടിയാണ് പഠിച്ചത്. എനിക്കത് ഒരു ഫസ്റ്റ് റീഡിങ്ങിന് വേണ്ടി എടുത്തപ്പോഴാണ് എനിക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. ഞാൻ പിന്നെ ഈ മാരോയിൻ്റെയും ഡാംസിൻ്റെയും കൂടെ നോട്ട്സ് ഒരുമിച്ച് എൻ്റെ തന്നെ ഒരു കൺസൈസ് മെറ്റീരിയൽ ആക്കിയിട്ടാണ് ഞാൻ എടുത്തത്. അപ്പം എന്താണെങ്കിലും പല സബ്ജക്റ്റിന് പല സോഴ്സ് ചൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒരു സബ്ജക്റ്റിന് മൾട്ടിപ്പിൾ സോഴ്സ് ചൂസ് ചെയ്യാതിരിക്കുക. അത് കുറച്ച് കൺഫ്യൂസിങ്ങുമാണ്, ബുദ്ധിമുട്ടും ഉണ്ടാക്കും. കാരണം ഫാക്കൽറ്റീസിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട്. നെക്സ്റ്റ് നമ്മുടെ നീറ്റ് PG ജേണിക്ക് ആവശ്യമായിട്ടുള്ള ഒരു 7 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഞാൻ പറയാം. ഫസ്റ്റ് വൺ ഈസ് പ്ലാനിങ്. ഉറപ്പായിട്ടും നമുക്കൊരു ലോങ് ടേം പ്ലാനും വേണം, ഡെയിലി പ്ലാനിങ്ങും വേണം. ലോങ് ടേം പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും, ഇപ്പോൾ എക്സാമ്പിൾ മാർച്ചിലാണ് നമ്മുടെ എക്സാം എന്നുണ്ടെങ്കിൽ, നമ്മളൊരു നവംബർ അല്ലെങ്കിൽ ഒരു ഡിസംബർ ഫസ്റ്റ് വീക്കിനുള്ളിൽ നമ്മുടെ ഈ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന
ഫസ്റ്റ് റീഡിംഗ് എന്നുള്ള പരിപാടി അവസാനിപ്പിക്കണം. പിന്നെ ഡിസംബർ ടു ഒരു ജാൻ 20th വരെ ഒരു റീഡിങ്ങിനുള്ള ടൈം, പിന്നെ ജാൻ 20th തൊട്ട് ഒരു ഫെബ്രുവരി 20 വരെ അടുത്ത റീഡിങ്ങിനുള്ള ടൈം, പിന്നെ ഫെബ്രുവരിയിലുള്ള ലാസ്റ്റ് പിന്നെ എക്സാമിൻ്റെ ഡേ വരെ നമുക്കൊരു ഷോർട്ട് റിവിഷനുള്ള ടൈം. അങ്ങനെ നമ്മളൊരു ലോങ് ടേം പ്ലാന് ഉണ്ടാക്കിയിട്ടുണ്ടാവണം. അത് ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ, നമ്മൾ കറക്റ്റ് അത് ഫോളോയും കൂടെ ചെയ്യണം. ഇപ്പം ഈ എൻ്റെ ഈ റീഡിങ്ങിൽ ഞാനിപ്പോൾ ഒരു 4 days മൈക്രോന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാക്സിമം ആ 4 days കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. പക്ഷെ ഉറപ്പായിട്ടും നമുക്ക് മിക്കപ്പോഴും പെൻഡിങ് വരും. അപ്പോൾ പെൻഡിങ് വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാ ഡേയ്സ് ആ സബ്ജക്റ്റിന് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ സബ്ജക്റ്റിന് അത് കുറഞ്ഞു പോകുക. നമ്മുടെ ടൈം ടേബിൾ അപ്പം അങ്ങനെ ലാഗ് ചെയ്യിപ്പിക്കാൻ പാടില്ല. ഒരു ടൈം ടേബിൾ ഇടുക, അതിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു ഡെയിലി പ്ലാനിങ്ങും വേണം. അത് നമ്മൾ ഇന്ന് തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. നാളത്തേക്കുള്ള പ്ലാൻ ഞാൻ ഇന്ന് കിടക്കുന്നതിന് മുമ്പ് തന്നെ സെറ്റ് ചെയ്തിട്ട് വേണം നാളത്തേക്ക് അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം ഡെയിലി പ്ലാൻ എന്ന് പറയുമ്പം എൻ്റെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 1 hour മോർണിംഗ് ഒരു 1 hour ഞാൻ ഐദർ പെൻഡിങ് ഉള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഒരു ചെറിയ റീഡിംഗ് പോലെ ഒരു 1 hour കൊടുക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു 3 hours ഞാൻ ഒരു മെയിൻ സബ്ജക്റ്റ് എടുക്കുമായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. പിന്നെ ഒരു ചായ കുടിച്ച് വൈകുന്നേരം ആകുമ്പം ഒരു മൈനർ സബ്ജക്റ്റ്. എൻ്റെ ഒരു ഡേ എന്ന് പറയുമ്പോൾ ഞാൻ 2 subjects പെർ ഡേ ആയിരുന്നു. കാരണം എനിക്കൊരു 1 subject മാത്രം എടുത്തിട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബോർ അടിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 1 subject പെർ ഡേ എടുക്കാം, അല്ലെങ്കിൽ 2 subject പെർ ഡേ എടുക്കാം. അങ്ങനെ ഡെയിലിയും കൂടെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടെ നമുക്ക് നേരത്തെ തീർക്കാൻ പറ്റും. ഉറപ്പായിട്ട് പെൻഡിങ് വരും, പക്ഷെ പെൻഡിങ് വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാ ഡേയ്സ് എടുക്കാൻ പോകരുത്. അതാണ് നല്ലത്. നെക്സ്റ്റ് ഗ്രാൻഡ് ടെസ്റ്റ്. നമ്മളിപ്പം ഓൾറെഡി ഇപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഗ്രാൻഡ് ടെസ്റ്റ് ചെയ്യാൻ ഒരിക്കലും ലേറ്റ് ആക്കരുത്. ഫസ്റ്റ് മന്ത് ഓഫ് പ്രിപ്പറേഷനിൽ തന്നെ നമ്മൾ ഗ്രാൻഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. അറ്റ്ലീസ്റ്റ് ഒരു 1 ഗ്രാൻഡ് ടെസ്റ്റ് എങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടാകണം. അയ്യോ എൻ്റെ പ്രിപ്പറേഷൻ ഒന്നും ആയിട്ടില്ല, ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കരുത്. എത്ര നേരത്തെ ഗ്രാൻഡ് ടെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നോ അത്രയും നല്ലതാണ്. ഫസ്റ്റ് ഒരു ഇനീഷ്യൽ മന്ത്സിൽ ഒരു 1 per month ഒക്കെ ചെയ്താൽ മതി. പതുക്കെ അതിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുക. അതിന് കൂടെ നമ്മുടെ പ്രിപ്പറേഷൻ അങ്ങനെ പോകുന്നതിനനുസരിച്ച് നമുക്ക് ഗ്രാൻഡ് ടെസ്റ്റിലും ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ സാധിക്കും. അടുത്ത പോയിന്റ് ഉറപ്പായിട്ടും റിവിഷൻ. നമ്മൾ ഫസ്റ്റ് റീഡിങ് നേരത്തെ തീർത്തിട്ട് എത്രയും നേരത്തെ നമ്മൾ റിവിഷന് സ്റ്റാർട്ട് ചെയ്യുക. എത്ര നമ്പർ ഓഫ് റിവിഷൻസ് നമുക്ക് കിട്ടിയ ടൈമിൽ പ്ലാൻ ചെയ്യാൻ പറ്റുമോ അത്രയും റിവിഷൻസ് നമ്മൾ പ്ലാൻ ചെയ്യുക. ഓരോ റിവിഷൻ കഴിയുമ്പോഴേ നമ്മുടെ കൺസെപ്റ്റ്സ് ഒക്കെ ബെറ്ററായി ക്ലാരിറ്റിയോടുകൂടി നമുക്ക് ക്ലിയർ ആവുന്നത് നമുക്ക് മനസ്സിലാകാൻ പറ്റും. ഓരോ റിവിഷൻ കഴിയുന്നതിനനുസരിച്ച് നമ്മുടെ ഗ്രാൻഡ് ടെസ്റ്റിലും നമ്മുടെ സ്കോറിൽ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റും. അപ്പം എത്ര മൾട്ടിപ്പിൾ റിവിഷൻസ് എത്ര നമുക്ക് പറ്റുന്നോ അത്രയും നമ്മൾ റിവൈസ് ചെയ്യാൻ നോക്കുക. ആൻഡ് ദ 4th point is 20th നോട്ട് അല്ലെങ്കിൽ അതിൻ്റെ 20th സ്ക്രീൻഷോട്ട് എന്ന് പറയാം. ഓരോ സബ്ജക്റ്റിനും ഒരു സ്മോൾ കോപ്പി നമ്മൾ ഐദർ നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ഇപ്പം ബയോകെമിലെ സൈക്കിൾസ്, പിന്നെ ഈ ക്യാൻസറിൻ്റെ സ്റ്റേജിങ്, ഫോറൻസിക്കൽ IPCs അങ്ങനത്തെ ഒക്കെ ഈ നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു സ്മോൾ കോപ്പി നമുക്ക് ഉണ്ടാക്കി വെക്കുക. എനിക്ക് ഓരോ സബ്ജക്റ്റിനും എനിക്കൊരു 20th നോട്ട് പോലെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് എഴുതാൻ കുറച്ച് കഴിയുമ്പോൾ നമുക്കിപ്പം എഴുതാൻ സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ബുക്കിൽ നിന്നൊക്കെ നമ്മളെ മെയിൻ നോട്ടിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്ത് വെച്ച് ഈ ഫോണിൽ ഫോൾഡറൊക്കെ ആക്കി ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു 20th നോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ ലാസ്റ്റ് 10 day റിവിഷനിലൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമുക്ക് ആ എക്സാമിൻ്റെ ആ ലാസ്റ്റ് 1 week അല്ലെങ്കിൽ 10 day എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വായിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരു കോപ്പി ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്തൊക്കെ നമുക്ക് റിവിഷന് ഭയങ്കര ആയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇപ്പോൾ ഈ ഫസ്റ്റ് റീഡിങ്ങിന് കൂടെ തന്നെ നമ്മൾ 20th നോട്ട് ഉണ്ടാക്കണമെന്നില്ല. കാരണം ഫസ്റ്റ് റീഡിങ്ങിൽ നമ്മൾ 20th നോട്ട് ഉണ്ടാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നും. അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 20th നോട്ട് ഉണ്ടാക്കിയാലും മതി. പക്ഷേ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇനി 5th point MCQ എക്സാമാണ്. അപ്പോൾ MCQ വിട്ടിട്ടുള്ള ഒരു കളിയില്ല. നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് റീഡിങ്ങിലും ആണെങ്കിലും MCQ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിൻ്റെ കൂടെ നമ്മൾ അയ്യോ ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ MCQ പെൻഡിങ് മാറ്റി വെക്കരുത്. നമ്മൾ ഈ വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഡെയിലി MCQന് നമ്മൾ ടൈം അലോട്ട് ചെയ്തിരിക്കണം. 6th point അത് റിയലൈസേഷൻ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരുപോലെയല്ല. ചിലപ്പം കുറച്ച് നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ദിവസങ്ങളുണ്ടാകും, ചിലപ്പോൾ ഒന്നും ചെയ്യാൻ തോന്നാത്ത ദിവസങ്ങളുണ്ടാകും. അപ്പം അങ്ങനെയുള്ള എല്ലാ ദിവസങ്ങളും
ഉണ്ടാകും എന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രിപ്പറേഷനെ കൊണ്ടുപോകുക. ഇനീഷ്യൽ ഡേയ്സിലൊക്കെ നമുക്കൊരു 3 hours ഒക്കെ ചിലപ്പോൾ പറ്റുള്ളൂ. പക്ഷെ പോകെ പോകെ നമ്മൾ പതുക്കെ അതിൻ്റെ ടൈം ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക. ഇപ്പം കുറച്ച് കഴിയുമ്പോഴാണെങ്കിലും ചിലപ്പം 12 hours നമുക്ക് എന്നും ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് നമുക്ക് പറ്റുന്ന ആ ഒരു 9 hours ആണെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുക. നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ തന്നെ ഹേർട്ട് ചെയ്യാൻ പാടില്ല. നമ്മളിപ്പം എത്ര ചെറിയ കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ അതിനേക്കാളും ബെറ്റർ ആക്കാൻ നോക്കുക. ഞാൻ ഈ കിടന്നുറങ്ങാൻ നേരത്ത് ഞാനിങ്ങനെ വിചാരിക്കുകയാലേക്ക് അയ്യോ ഇന്ന് ഞാൻ കാര്യമായിട്ടൊന്നും പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ പറഞ്ഞ് വേദനിപ്പിക്കരുത്. നമ്മൾ അതിനേക്കാളും നന്നായിട്ട് നെക്സ്റ്റ് ഡേ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കിയാൽ മതി. ഇത്രേ ഉള്ളൂ. അടുത്ത എനിക്ക് ഇത്തവണ എൻ്റെ പ്രിപ്പറേഷനിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പ്രിപ്പറേഷൻ ഫുള്ള് വീട്ടിൽ നിന്നായിരുന്നു. അപ്പം എനിക്കൊരു ലൈബ്രറി സെറ്റപ്പിൽ നമ്മുടെ കൂടെ ആരും പഠിക്കാതെ ഇങ്ങനെ ഇരിക്കുമ്പം ഇങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ വീട് കണ്ണൂരാണ്, അവൾ കോട്ടയത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ വീഡിയോ കോൾ ഓണാക്കി അവിടെ വെക്കും. അപ്പോൾ നമുക്കൊരു മിനി ലൈബ്രറി എഫക്റ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ടൈം ടേബിളൊക്കെ ഷെയർ ചെയ്ത് തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ ടൈം ടേബിളിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പറ്റും, ഒരാളും കൂടെ സെയിം ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ ഇതുപോലെ ഞാൻ MCQ കൂടുതലും ഇത്തവണ കസ്റ്റം മോഡ്യൂൾസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട്സിന് ഞാൻ ക്യൂബാങ്കും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കസ്റ്റം മോഡ്യൂളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കസ്റ്റം മോഡ്യൂൾ കോഡ് നമ്മുടെ സ്റ്റഡി പാർട്ട്ണറും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ചെയ്ത് തീർക്കാൻ നമുക്ക് കുറച്ചും കൂടെ പറ്റും. എന്നുവെച്ചാൽ നമുക്ക് ഒരാളോടും കൂടെ നമ്മൾ അക്കൗണ്ടബിൾ ആണെങ്കിൽ നമുക്കതിൻ്റെ നമ്മുടെ പെർഫോമൻസും നമുക്ക് പ്രൊഡക്ടിവിറ്റിയൊക്കെ ഇൻക്രീസ് ചെയ്യുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഇതെല്ലാവരും പറയുന്ന കാര്യമാണ്, പക്ഷെ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്ത് പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാം. എൻ്റെ ആക്ച്വൽ ജേണി 2023 ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2023 എക്സാം കഴിഞ്ഞിട്ട് ഞാൻ നവംബർ ലാസ്റ്റ് വരെ ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ ആ സമയത്താണ് പിന്നെ എനിക്ക് പെൻഡിങ് ഉള്ള എൻ്റെ മെയിൻ വീഡിയോസൊക്കെ ഞാനിങ്ങനെ കണ്ടു തീർത്തത്. പിന്നെ ഡിസംബറിൽ തൊട്ട് മെയിൻ നോട്ട്സ് വായിച്ചു തുടങ്ങി. മാരോ ആയതുകൊണ്ട് ഈ മെയിൻ നോട്ട്സൊക്കെ ഫുള്ളൊന്നും വായിച്ച് തീർക്കാൻ ഒരിക്കലും പറ്റിയിരുന്നില്ല. അതൊക്കെ ഞാൻ ഏപ്രിൽ ആയപ്പം റിവിഷൻ വീഡിയോസ് കണ്ടിട്ട് പിന്നെ റിവിഷൻ നോട്ട്സിലോട്ട് സ്വിച്ച് ചെയ്തപ്പോൾ എനിക്ക് റിവിഷൻ നോട്ട്സ് നമുക്ക് മാരോടെ നമ്മൾ വിചാരിക്കുന്ന സമയത്തൊക്കെ വായിച്ചു തീർക്കാൻ പറ്റും. പിന്നെ എക്സാം ആവാറായപ്പം എൻ്റെ ഷോർട്ട് കോപ്പിനെ ഡിപ്പെൻഡ് ചെയ്തു, അത് നല്ലോണം വായിച്ചു. പിന്നെ മെയിൻ നമ്മൾ ഈ ലാസ്റ്റ് ഈ എക്സാമിൻ്റെ 1 വീക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഫുൾ ആദ്യം എനിക്ക് തിരുപ്പതി സെൻറ്റർ കിട്ടി, പിന്നെ ബാംഗ്ലൂർ സെൻറ്റർ കിട്ടി. അപ്പം ഇങ്ങനെയൊക്കെ കുറേ നമ്മുടെ കൺട്രോളിലില്ലാത്ത കുറേ പ്രശ്നങ്ങൾ വന്നപ്പോഴും എനിക്ക് സ്ട്രെസ് ഇല്ലാതെ എനിക്ക് സമാധാനമായിട്ട് വായിക്കാൻ പറ്റിയത് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ഷോർട്ട് കോപ്പി ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ലിറ്ററലി ഞാൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയേനെ. അയ്യോ ഞാൻ എങ്ങനെ ഈ 90 സബ്ജക്റ്റ് മുഴുവൻ വായിക്കുന്നുള്ള ഒരു പ്രശ്നത്തിലായിപ്പോയേനെ. പക്ഷേ 28 നോട്ട് ഉള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ഉപകാരമായിരുന്നു അതിനെ കൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ നീറ്റ് PG ജേണി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്കും ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഓൾ ദി ബെസ്റ്റ്.